ചിക്കൻ ബിരിയാണി മേടിച്ചു തരാന്ന് പറഞ്ഞിട്ട് നീ എന്നെ പറ്റിച്ചു കളഞ്ഞില്ലടാ റാസ്കൽ. പൊന്നേമാനെ പറ്റിച്ചതല്ല. ഇണ്ടി പോകരുത്. അന്യായക്കാരൻ തന്ന 10 രൂപ പോലും ഞാൻ മറന്നു നിന്റെ ബിരിയാണിക്ക് വേണ്ടി. എന്നെ കൊണ്ട് നീ FIR മാറ്റി എഴുതിപ്പിച്ചു. പരമദ്രോഹി. എന്റെ സാറേ, ഇന്നലെ ഉച്ചയ്ക്ക് ഞാൻ പാരീസ് ഹോട്ടലിന് മുമ്പിൽ വന്നിരുന്നു. സാറിനെ കണ്ടില്ല. അത് നീ വല്ല സ്കൂൾ മാഷ്മാരോട് പറഞ്ഞാൽ മതി, അവര് വിശ്വസിക്കും. പോലീസുകാർ തലച്ചോറുള്ളവരാ. ഉച്ചയ്ക്ക് 12 മണി മുതൽ ഉച്ച തിരിഞ്ഞ് 3 മണി വരെ ഞാൻ പാരീസ് ഹോട്ടലിന് മുമ്പിൽ കാത്തുന്നതാ. തീ പാറണ വെയിലത്ത്. പറയുമ്പോ എനിക്ക് വേദനയുണ്ടടാ. ദേ, ഇന്ന് പ്രായശ്ചിത്തം ചെയ്യാതെ നിന്നെ ഇവിടുന്ന് വിടുന്ന പ്രശ്നമില്ല. ഇന്ന് എനിക്ക് ബിരിയാണി മാത്രം പോരാ, വീട്ടിലേക്ക് ഒരു പാർസൽ വേണം. നടക്കണ പാരീസിലേക്ക്. ഇടയ്ക്കേ ഈ അച്ചാറൊന്നും തൊട്ടുകൂട്ടിയില്ലെങ്കിൽ പെട്ടെന്ന് ബിരിയാണി മട്ടയ്ക്കും. ഇപ്പൊ ശരിയായി. കരയാമ്പൂ കരയാമ്പൂ. കോഴിയുടെ വേവ് ഇത്തിരി കൂടിയോ എന്ന് എനിക്കൊരു സംശയം. ഉമ്മറേ, പാഴ്സൽ റെഡിയായോ? സാറേ, എടുത്തോണ്ടിരിക്കുക. എല്ലാം കൂടി എത്രയായി? 31 രൂപ. ഓ, ഇവനൊന്നും ഒരു കാലത്തും ഗുണം പിടിക്കൂല. ആരാ ഗുണം പിടിക്കാത്ത? അല്ല, ഈ ബിരിയാണിയുടെ ഗുണം സാറിന് അത്ര പിടിച്ചില്ല എന്ന് പറയായിരുന്നു. അതെ അതെ. നമ്മുടെ സാധനം എവിടെ? ആ, ഇത് ബിരിയാണി, ഇത് ഉഴുന്ന് വട. വട എത്ര ഉണ്ട്? 8 എണ്ണം. ഇല്ല സാറേ. എന്റെ ഭഗവാനെ, എന്തു പറ്റി സാർ? 41ാം ചരമദിനം. മോഹൻദാസ്, ശ്രീദേവി. സ്നേഹസ്മരണകളോടെ മീര, മായ, മനു, മഞ്ജു. എന്താണ് ഈ കേൾക്കണത്? പിന്നെ സൈക്കിളോ? അപ്പൊ രാവിലെ എടുത്ത സൈക്കിൾ എന്ത്? അത് റോട്ടിൽ എവിടെങ്കിലും കാണും. റോഡിൽ എവിടെങ്കിലും മാറിക്കടോ. ആനക്കാര്യത്തിനിടയിലെ ചേനക്കാര്യം. മനുഷ്യനെ സൈക്കിൾ എടുത്ത് കൊല്ലാൻ നോക്കുവാന്നോ? സൈക്കിൾ അല്ല, പാറ്റൻ ടാങ്ക് വന്നിടിച്ചാലും നീ ചാവില്ല ശാന്തേ. ദേ ഇത് കണ്ട, എന്റെ പെങ്ങള് ശ്രീദേവിയും ഭർത്താവും മോഹൻദാസും ചരമം പറഞ്ഞുന്ന്. പത്രം വായിക്കാത്തതിന്റെ ദൂഷ്യം എനിക്ക് ഇപ്പോഴാ മനസ്സിലായത്. ചാവടി യന്ത്രം കഴിഞ്ഞിട്ട് ദിവസങ്ങൾ ഒരുപാടായി. നോക്കട്ടെ. ഇതെങ്ങനെ സംഭവിച്ചു? രണ്ടുപേരും ഒന്നിച്ചോ? വല്ലവരും തല്ലിക്കൊന്നതാവും, അല്ലെങ്കിൽ വല്ല വിഷം കഴിച്ചതോ കെട്ടിയാന്നേ അതോ ആവും. എനിക്കിതൊന്നും അറിയാൻ പാടില്ല എന്റെ ശാന്തേ. നമ്മളെപ്പോലെ ആത്മഹത്യ ചെയ്യേണ്ട കാര്യമൊന്നും അവർക്കില്ലല്ലോ. പട്ടിണിയുണ്ടോ, പണക്കുറവുണ്ടോ? കൊച്ചിയിൽ ഇഷ്ടം പോലെ കെട്ടിടങ്ങള്, ലോകം മുഴുവൻ ചെമ്മീൻ കയറ്റിയാക്കാനുള്ള ഫാക്ടറി, പിന്നെ എസ്റ്റേറ്റ്, ഫിഷിംഗ് ബോട്ട്. എന്റെ പേടി ഇപ്പൊ അതൊന്നുമല്ല. ഈ സ്വത്തുക്കൾ മുഴുവൻ ആര് നോക്കി നടത്തുന്ന? അയ്യടാ, ഇപ്പൊ വായി വെള്ളം ഊർന്നുണ്ടോ? ഇതൊക്കെ നേരത്തെ ആലോചിക്കണമായിരുന്നു. ആ ദരിദ്രവാസി ഇത്രയും വലിയ പണക്കാരനാവുന്ന ആരെങ്കിലും അറിഞ്ഞു എന്റെ ശാന്തേ? ഇതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ദീർഘവീക്ഷണോ ഇല്ല, ബുദ്ധിയില്ലാന്ന്. അത് കളാ. ഇനി നമ്മൾ വൈകൂടാ. എത്രയും വേഗം കൊച്ചിയിലെത്തണം. വല്ലവരും അവിടെ കയറി അധികാരം സ്ഥാപിക്കുന്നതിന് മുമ്പ്. മോഹൻദാസ് ജീവിച്ചിരുന്നപ്പോ കുറെ ശ്രമിച്ചല്ലേ അവിടെ കയറി പറ്റാൻ. എന്നിട്ട് നടന്നോ? അന്ന് നടന്നില്ല. അതുകൊണ്ടാ മരിച്ചപ്പോ കയറി പറ്റാൻ ശ്രമിക്കുന്നത്. അതിനാ പിള്ളേര് നമ്മളെ പഠിക്കാത്ത കയറ്റിയല്ലേ? അതൊക്കെ ഞാൻ എങ്ങനെയെങ്കിലും ഇടിച്ചു കയറും. നീ എന്റെ പിന്നാലെ നിന്നാ മതി. ഒന്നുമില്ലെങ്കിലും ഞാൻ അവരുടെ അമ്മാവനല്ലടി. അയ്യ, നല്ല കുമ്മാവൻ. നേരിട്ട് ഇതുവരെ കണ്ടിട്ട് പോലുമില്ല. അച്ഛനോടും അമ്മയോടും നിങ്ങൾ ചെയ്ത ക്രൂരത മുഴുവനും അവരും അറിഞ്ഞു കാണേ. അതൊക്കെ ഞാൻ വേറെ രീതിയിൽ പറഞ്ഞു കൊടുക്കും. ഇനി ഇപ്പൊ ഇത്തിരി നാറിയാലും അത് ഞാൻ അങ്ങോട്ട് സഹിക്കും. ഇപ്പൊ ഉള്ളതിനേക്കാൾ കൂടുതൽ നാറരുതെന്നേ എനിക്ക് പ്രാർത്ഥനയുള്ളൂ. ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോ തടസ്സം പറയല്ലേ എന്റെ ശാന്തേ. ഈ കാക്കി കേറിയിട്ട് കൊല്ലം എത്രയായി? വല്ലതും നേടിയോ? ഒരാൺവിത്തുള്ളത് ബോംബെ കിടന്ന് തെണ്ടുക. ഒരു മോളുള്ളത് അമ്മായിയമ്മയുടെ ആട്ടും തൂപ്പും കേട്ട് നരയിക്കുക. എന്താണ് അമ്മായിമ്മയ്ക്ക് കുഴപ്പം? ഭാര്യ വീടിന്റെ തിണ്ണ നിരങ്ങുന്ന നീ എന്നെ തെറി വിളിക്കുക? അയ്യോ അമ്മേ, ഞാൻ അമ്മയെ പറഞ്ഞതല്ല അമ്മേ. മിണ്ടി പോകരുത് കരുതേ. മിണ്ടി എന്നെ ഞാൻ ചൂലെടുത്തടിക്കും. അതെ, 4 കുട്ടികളാണ്. ഒന്നിനും ശരിക്കുള്ള വകതിരിവായിട്ടില്ല. കാർ ആക്സിഡന്റ് ആയിരുന്നു. 30 അടി താഴ്ചയിലേക്ക് കാറ് മറിഞ്ഞു. ഇളയ കുട്ടി മാത്രമേ കൂടുണ്ടായിരുന്നുള്ളൂ. അവൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പക്ഷേ ആ കുട്ടിക്ക് ഇപ്പൊ സംസാരിക്കാൻ പറ്റില്ല. ഷോക്ക് കൊണ്ടായിരിക്കാം. ആലോചിച്ച ഭയങ്കര കഷ്ട. അങ്ങനെ ബന്ധുക്കളായിട്ട് മോഹൻദാസിന് ആരുമില്ല. ഉള്ളവരുമായിട്ട് വലിയ അടുപ്പമില്ല. അറിയാലോ, ഹി വാസ് എ സെൽഫ് മെയ്ഡ് മാൻ. കോടതിയിൽ പെറ്റീഷൻ കൊടുത്താൽ മൂത്ത പെൺകുട്ടിയെ ഗാർഡിയനാക്കിയിരിക്കുക. അതെ, അവളെ ആദ്യം മുതൽ ഇനി എല്ലാം പഠിപ്പിച്ചു തുടങ്ങണം. കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിക്ക് എന്തോന്ന് എക്സ്പോർട്ട്, എന്തോന്ന് ചെമ്മീൻ കമ്പനി. പിന്നെ വിളിക്കാം.
ആ പുതിയ MD ഇന്ന് ചാർജ് എടുക്കുന്ന ദിവസമാ. അതെ, ആ സംഭവത്തിന് ശേഷം ആ കുട്ടി ഇന്ന് ആദ്യമായിട്ടാ ഈ കമ്പനി വരുന്നത്. നിങ്ങൾക്ക് ഒരു മിനിറ്റ് ഇറങ്ങാൻ തരട്ടെ. ഇനി ഇറങ്ങിക്കോളും. ഇതാണ് ഇതിന്റെ രീതി. ഞാൻ ഡോർ തുറക്കും, മോൾ ഇറങ്ങും. തന്നെത്താൻ ഡോർ തുറക്കണെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ? മോളിപ്പം ഈ കമ്പനിന്റെ ഉടമയാ. ആ ചെല്ല്, ധൈര്യമായിട്ട് ചെല്ല്. പ്രശ്നങ്ങൾ പറയാൻ തുടങ്ങിയ ഒത്തിരിയുണ്ട്. മാൽപേയിൽ കാച്ച് വളരെ മോശമാണ്. ആൻഡ് വി ഹാവ് ഓൺലി 15 days ലെഫ്റ്റ് ഫോർ ദ ഷിപ്മെന്റ്. പണ്ടത്തെ പോലെ ക്രെഡിറ്റ് കിട്ടുന്നില്ല എന്നുള്ളതാണ് വേറൊരു പ്രശ്നം. മീര, നമുക്കുണ്ടായ ട്രാജഡിക്ക് ശേഷം മൊത്തം കാര്യങ്ങൾ കുഴഞ്ഞു മറിഞ്ഞു. പഴയ സ്ഥിതിയിലാവാൻ നമ്മളെല്ലാവരും ചേർന്ന് വലിയൊരു എഫർട്ട് നടത്തേണ്ടിയിരിക്കുന്നു. കോളേജിൽ പോകണമെന്നറിയാം, പക്ഷേ ഡാഡിയുടെ സ്വപ്നമായിരുന്നു ഈ ഫാക്ടറി എന്നുള്ളത് മീരയ്ക്ക് അറിയാലോ. അങ്കിൾ പറഞ്ഞോളൂ, ഞാൻ എന്തൊക്കെയാ ചെയ്യേണ്ടത്? വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. ഒരുപാട് പേപ്പേഴ്സ് ഒക്കെ സൈൻ ചെയ്യാൻ കാണുമായിരിക്കും അല്ലേ? മനു പറഞ്ഞു. എന്റെ സിഗ്നേച്ചർ തീരെ ഭംഗിയില്ലാത്തതായിരുന്നു. ഇപ്പൊ നന്നായി, കുറെ പ്രാക്ടീസ് ചെയ്തു. പേപ്പേഴ്സ് എവിടെ? ഇപ്പൊ തന്നെ സൈൻ ചെയ്തേക്കാം. അത് നമുക്ക് സമയമാകുമ്പോൾ ചെയ്യാം. മീര ഇത് ശ്രദ്ധിക്കുക. ഏത്? അതായത് കഴിഞ്ഞ മാസം നമ്മുടെ ലോഡ് കുറച്ച് കുഴപ്പത്തിലായി. നിയർലി 100 ബോക്സസ്. ക്വാളിറ്റി സബ്സ്റ്റാൻഡേർഡ് ആണെന്ന് പറഞ്ഞ് ദേ സെൻഡ് ഇറ്റ് ബാക്ക്. അയ്യോ, അതെന്താ ക്വാളിറ്റി ശ്രദ്ധിക്കാതിരുന്നത്? മനു അത് പ്രത്യേകം പറഞ്ഞു. ക്വാളിറ്റി നോക്കിയില്ലേ കമ്പനിക്ക് ചീത്തപ്പേര് വരുമെന്ന്. പെരിഷ് ചെയ്തതാണ്. ജപ്പാൻകാരാണല്ലോ നമ്മുടെ മെയിൻ ബയേഴ്സ്. അടുത്ത ലോഡിന് അവർ LC ഓപ്പൺ ചെയ്തില്ല. LC? അതെന്താ ഓപ്പൺ ചെയ്യാത്തെ? എങ്കിൽ നമുക്ക് ഓപ്പൺ ചെയ്യാം. ഈ ഡിസ്കഷൻ എവിടെ എത്തുമെന്ന് തോന്നുന്നില്ല. തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്ന പോലെയാണിത്. അത് മീരയ്ക്ക് ഒന്നും അറിയില്ലല്ലോ. അതെ, മനുവിനെ കൂടെ കൂട്ടാമായിരുന്നു. അവൻ എന്നെക്കാളും ബുദ്ധിയാ. ആരാണ് മനു? മനു മീരയുടെ അനിയനാ. 10 വയസ്സ്, 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അതെ, എങ്കിൽ ഇനി സൈൻ ചെയ്യേണ്ട പേപ്പേഴ്സ് എടുക്കൂ അങ്കിൾ. മീര, സൈൻ ചെയ്യുന്ന കാര്യമൊക്കെ വിട്. ഐ എം സോറി അങ്കിൾ. ഐ ടെൽ യു ദ ട്രൂത്ത്. ഐ എം ലിറ്റിൽ നെർവസ്. ഫോർ വാട്ട്? ഞങ്ങളൊക്കെ മീരയുടെ എംപ്ലോയീസാ. മീരയുടെ മുമ്പിൽ ഞങ്ങളാ നെർവസ് ആവേണ്ടത്. ദാറ്റ്സ് ഓൾ റൈറ്റ്. ഞാൻ പ്രധാന കാര്യം പറയാം. പർച്ചേസ് കാര്യക്ഷമമാക്കാൻ പെട്ടെന്ന് കുറച്ച് ഫണ്ട്സ് ഉണ്ടാക്കേണ്ടി വരും. എന്ത് ഫണ്ട്? ബാങ്കിൽ നിന്ന് ഓടി ഓവർ ഡ്രാഫ്റ്റ് ആയിട്ട് കുറച്ച് പണം, അല്ലെങ്കിൽ പെട്ടെന്ന് എടുക്കാവുന്ന വേറെ പണം ഉണ്ടെങ്കിൽ അതായാലും മതി. വീട്ടിലെ ഷെൽഫിൽ പണമൊന്നുമില്ല. മീര എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഒരു കാര്യം പറയുമ്പോൾ അത് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കാൻ ശ്രമിക്കേ. ചുമ്മാ സൈൻ ചെയ്യാം, ഷെൽഫിൽ പണമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യമാ? സോറി, ഞാൻ വേറെന്തൊക്കെയോ ആലോചിച്ചു പോയി അങ്കിൾ. എന്താലോചിക്കാൻ? കാലത്ത് ഡോക്ടർ വന്നിരുന്നു. മഞ്ജുവിനെ പിന്നെയും നോക്കി. അവളെ കൊണ്ട് സംസാരിപ്പിക്കാൻ ഡോക്ടർ ഒത്തിരി ട്രൈ ചെയ്തു. അവൾക്കിനി ഒരിക്കലും സംസാരിക്കാൻ പറ്റില്ല അങ്കിൾ. എന്താണ് ചികിത്സയെന്ന് ആർക്കും പറയാൻ പറ്റുന്നില്ല. ഞങ്ങൾക്ക് ആരുമില്ല. എൽഡസ്റ്റ് ആയി പോയതാണ് എന്റെ ബാഡ് ലക്ക്. ഇത്രയും പെട്ടെന്ന് മമ്മിയും ഡാഡിയും ഞങ്ങളെ വിട്ടു പോകുമെന്ന്. മീര, കഴിഞ്ഞതൊക്കെ മറക്കാൻ ശ്രമിക്കുക. വരൂ, നമുക്ക് ഫാക്ടറി ഒക്കെ നടന്ന് കണ്ടിട്ട് വരാം. കമോൺ. ഐ എം സോറി. ഇതാണ് ക്ലീനിങ് ആൻഡ് സോർട്ടിംഗ് സെക്ഷൻ. ഇവിടെ 160ഓളം ലേബറേഴ്സ് ഉണ്ട്. 160 പേരെയൊന്നും കാണാനില്ലല്ലോ. 3 ഷിഫ്റ്റാ. ഓ, അപ്പൊ 24 hours ജോലി നടക്കൂ? ആ, മിക്കവാറും. ഇതാണ് പാക്കിംഗ് സെക്ഷൻ. ഒന്ന് നിൽക്കുക ചേട്ടാ, ഒന്ന് പിടിച്ചേ. നിക്കണ്ട, പോരെ, അവര് കുഴപ്പക്കാരാ. കുഴപ്പക്കാരോ? ഒന്ന് നിൽക്കാൻ. അയ്യേ, നിൽക്കാൻ പറഞ്ഞപ്പോ കിടന്ന് ഓടുക. പഴയ MD-യുടെ മകള് പുതിയ MD ആയിട്ട് ചാർജ് എടുക്കുന്നെന്ന് കേൾക്കാൻ തുടങ്ങിയിട്ട് നാള് പറയായേ. മീര ഇങ്ങോട്ട് വന്ന് കയറിയതേ ഉള്ളൂ. നിങ്ങൾ പോയി ജോലി ചെയ്യേ, പിന്നെ സംസാരിക്കാം. വേണ്ട, ഇപ്പൊ തന്നെ സംസാരിക്കാം. മൈ ഡിയർ MD, നിർഭാഗ്യവന്മാരായ 5 ലേബേഴ്സാണ് ഞങ്ങള്. പഴയ MD ഞങ്ങളെ സ്ഥിരപ്പെടുത്താന്ന് വാക്ക് തന്നിരുന്നത്. ഞങ്ങൾക്ക് ബോണസ് ഇല്ല, പ്രോഡ ഫണ്ട് ഇല്ല, ഗ്രാറ്റുവിറ്റി ഇല്ല, ഇൻക്രിമെന്റിൽ ഒരു മണ്ണാങ്കട്ട ഇല്ലെന്നേ. എന്നാൽ മറ്റുള്ളവരെ പോലെ ഞങ്ങൾ ജോലി ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ ആനുകൂല്യങ്ങളൊന്നും ഞങ്ങൾക്ക് കിട്ടുന്നില്ല എന്ന് മാത്രമല്ല, ഞങ്ങളുടെ ജോബ് സെക്യൂരിറ്റി വെറും 0%. ഇൻക്ലാബ് സിന്ദാബാദ്. നിർത്തോ, സംസാരിക്കുന്നിടല്ലേ തന്റെ ഇൻകുലാബ് വിളി. ഇൻകുലാബിന് നേരം കാലം നോക്കാണ്ടോ? വിപ്ലവം എപ്പോഴായാലും വിപ്ലവം തന്നെ. ശരി, തൽക്കാലം നിർത്ത്. അപ്പൊ പുതിയ MD-യുടെ അച്ഛൻ പഴയ MD-യുടെ വാക്ക് പാലിക്കാൻ പുതിയ MD തയ്യാറാവണം. ഇപ്പൊ തന്നെ, ഈ നിമിഷം തന്നെ ഞങ്ങളെ സ്ഥിരപ്പെടുത്തണം. നിർത്തോ. തനിക്ക് കുറച്ചെങ്കിലും കോമൺ സെൻസ് ഉണ്ടോ? 1-2 മുദ്രാവാക്യങ്ങൾ കാണാപ്പാടം പഠിച്ചെന്ന് വെച്ച് അത് എല്ലായിടത്തും കയറി അലർന്നത് ശരിയല്ല. ഡാഡി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് പിന്നീട് ഡിസ്കസ് ചെയ്യാം. കമോൺ. എന്റെ പൊന്ന് മാനേജർ സാറേ, ദയവ് ചെയ്ത് ഞങ്ങളുടെ ഭാവി താങ്കൾ പാര വെച്ച് നശിപ്പിക്കരുത്. അങ്കിൾ, ഡാഡി പറഞ്ഞതല്ലേ, ഇവരെല്ലാരും ഇന്ന് തന്നെ സ്ഥിരപ്പെടുത്താം. അങ്ങനെ ചെയ്യാം, പക്ഷെ എല്ലാരും നന്നായി ജോലി ചെയ്യണം. ഓ, ഏറ്റു.
പുതിയ എം ഡി നീണാൾ വാഴട്ടെ, പുതിയ എം ഡി നീണാൾ വാഴട്ടെ, പുതിയ എം ഡി നമ്മുടെ എം ഡി, പുതിയ എം ഡി നമ്മുടെ എം ഡി, എന്താ മീര ഇതൊക്കെ? പുതിയ MD നമ്മുടെ എം ഡി. ഇത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യത്തിന് ഇങ്ങനെയാണോ ഡിസിഷൻ എടുക്കേണ്ടത്? ഛെ, തൊഴിലാളി എന്ന് പറഞ്ഞാൽ തീക്കൊള്ളിയാ. തീക്കൊള്ളി കൊണ്ട് തലയുറിയാൻ പാടില്ല എന്ന് കരുതി വാക്ക് കൊടുത്തൊന്നും എവിടെ വാക്ക് കൊടുത്തു? നുണയല്ലേ? ഇവനെയൊക്കെ സ്ഥിരപ്പെടുത്തിയാൽ അടുത്ത നിമിഷം ഫാക്ടറിയുടെ ഗേറ്റിന് മുന്നിൽ കൊടി പൊങ്ങും. മാത്രമല്ല ഇപ്പൊ തന്നെ ഇവിടെ ലേബറേഴ്സിന്റെ എണ്ണം വളരെ കൂടുതലാ. അതൊക്കെ പോട്ടെ, ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പ് എന്നോടൊരു വാക്ക് ചോദിച്ചു. സോറി അങ്കിൾ. അങ്ങനെയാണെങ്കിൽ അവരെ സ്ഥിരപ്പെടുത്തണ്ട. അവൻ പറഞ്ഞത് കേട്ടില്ലേ? ഞാൻ അവന്റെ ഭാവിക്ക് പാര വെക്കുകയാണെന്ന്. ഇനിയിപ്പോ ഡിസിഷൻ മാറ്റിയാൽ അവർ എന്റെ തലയെ കാണാൻ വരും. എങ്കിൽ സ്ഥിരപ്പെടുത്താം അങ്കിൾ. ഓ മീര, യു പ്ലീസ് യൂസ് യുവർ കോമൺ സെൻസ്, യുവർ ബ്രെയിൻ. ഐ എം വെരി സോറി അങ്കിൾ. ഓക്കെ, ഐ ഷാൽ ഡീൽ ഇറ്റ്. ഈ സ്വിച്ച് ഇങ്ങനെ ആക്കിയിട്ട് ഇതിവിടെ വെച്ചാ മതി ട്ടോ. മായ, ലീവ് ഹർ അലോൺ. ഞാൻ ഇത് കാണിച്ചു കൊടുക്കല്ലേ. മഞ്ജുവിനെ ഏതെങ്കിലും സ്പെഷ്യലിസ്റ്റിനെ കൊണ്ട് നോക്കിക്കുന്ന കാര്യം അങ്കിളിനോട് സംസാരിച്ചോ? ഒന്നും സംസാരിക്കാൻ പറ്റിയില്ല. കൺസൈൻമെന്റും ക്യാച്ചും 16-20 ഒക്കെ ആയിരുന്നു സബ്ജക്ട്. ഒരു പിടിയും കിട്ടിയില്ല. ആൻഡ് എവരിബഡി വാണ്ട്സ് മീ ടു ടേക്ക് ഡിസിഷൻസ്. ഒന്ന് ഓർത്തു നോക്കിയേ. മെയിൻ ഇഷ്യൂ ഇതൊന്നുമല്ല. എൽസി ഇതുവരെ ഓപ്പൺ ചെയ്തിട്ടില്ല അത്രേ. എൽസിയോ? ഏതെൽസി? ഏതെൽസി അല്ല, ഇത് ബാങ്കിന്റെ എന്തോ കുണ്ടാമണ്ടിയാ. 8 കൊല്ലത്തെ പ്രശ്നമല്ലേ ഉള്ളൂ. അപ്പോഴേക്കും എനിക്ക് 18 തികയും. പിന്നല്ല എനിക്ക് ചെയ്യാലോ. അതെ, നിനക്ക് വേഗം 18 ആവണേന്നാ എന്റെ പ്രാർത്ഥന. നിങ്ങൾ ആരെങ്കിലും വീട്ടിനകത്ത് വന്നിരിക്കും മക്കളെ. കുഞ്ഞുമിക്ക് തനിച്ച് അടുക്കളയിൽ നിൽക്കാൻ പേടിയാവണം. ആ പുന്നൂസിനെയും കാണാനില്ലല്ലോ. മായമോളെ, ചായ എടുത്ത് കൊച്ചിന് കൊടുക്കും. എന്റെ ക്ലാരയുടെ കാര്യം എന്തായി മോളെ? സോറി, അക്കാര്യം അങ്കിളിനോട് പറയാൻ മറന്നുപോയി കുഞ്ഞമ്മേ. ഇനി ആരോടും പറയേണ്ട കാര്യമില്ല. കുഞ്ഞ് തന്നെ അങ്ങോട്ട് നിയമിച്ചാ പോരെ. അവള് അസലായിട്ട് ടൈപ്പ് ചെയ്യും. വയസ്സ് 10-21 ആയില്ലേ. ആ ഓണം കയറാൻ മൂലയിൽ നിന്ന എന്റെ കുഞ്ഞങ്ങ് മോരടിച്ചു പോവും. അതുകൊണ്ടാ ചായയോട് കഴിഞ്ഞാൽ മക്കളങ്ങോട്ട് വന്നോളോട്ടാ. കുഞ്ഞമ്മയ്ക്ക് വെറുതെ പേടിയാവാ. എന്താണെന്ന് അറിയില്ല എന്റെ കർത്താവേ. മായ, 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 ഏയ് മായ, എന്ത് പറ്റി? എന്തിനാ കരയണത്? ഇതെന്താ? ആരും ഉറങ്ങിയില്ലേ? ഇവള് കിടന്ന് കരയാ. എന്തിനാ? ഞാനൊരു സ്വപ്നം കണ്ടു. സ്വപ്നം കണ്ട കരയണോ? എന്തൊക്കെയോ കണ്ടു. നമ്മളെല്ലാവരും ദൂരെ ഏതോ ഒരു സ്ഥലത്ത് പിക്നിക്കിന് പോകുന്നതും മമ്മയും ഡാഡിയായിട്ട് കളിക്കുന്നതും ബഹളം വെക്കുന്നതും ഒക്കെ. ഉറങ്ങിക്കോ. വേണ്ടാത്തതൊക്കെ ഓർമ്മിച്ച് കിടന്നിട്ടാ ഇങ്ങനെ സ്വപ്നം കാണുന്നത്. കൂടുതൽ വിശേഷം നീ പറയണ്ട. എനിക്കറിയാടി നിന്നെ. ഒന്നിൽ വീട്ടുകാരെ പേടി വേണം, അല്ലെങ്കിൽ നാട്ടുകാരെ. ധിക്കാരി, ഞാൻ മനസമാധാനത്തോടെ കിടന്നുറങ്ങിയിട്ട് എത്ര ദിവസമായിന്നറിയോ? നീ ഒരുത്തിയണ്ടി കാരണം. ഞാൻ എന്തേതു അമ്മച്ചി പറയുന്നേ? നീ ഒന്നും ചെയ്തില്ലേ? ആട്ടിന്റെ കാലിന്റെ മുട്ട് ഞാൻ ഒടിക്കും. അഹങ്കാരി. പെൺകുട്ടികളായാലേ നിലയ്ക്ക് നിക്കണം. നിലക്കില്ലാതെ ഞാൻ അമ്മച്ചിയുടെ തലയിലാണോ കയറിയിരിക്കുന്നത്? മിണ്ടി പോறது നീ. ഇങ്ങനെ ചീത്ത വിളിക്കാനാണോ അമ്മച്ചി എന്നെ തിരക്കിട്ട് ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്? ചീത്ത വിളിക്കല്ല, നിന്നെ കൊല്ലുക വേണ്ടത്. ആരാ കുഞ്ഞമ്മേ? അല്ല, ഞങ്ങളെ വീട്ടിൽ ഓരോ വിശേഷങ്ങൾ പറഞ്ഞിരിക്കായിരുന്നു മോളെ. ചവിട്ടുള്ള ഒരു പശുവിനോട് എന്റെ 2ാമത്തെ മോൻ പറയാ നിന്നെ കൊല്ലുക വേണ്ടേന്ന്. അതിനെ പറ്റി പറഞ്ഞോണ്ടിരിക്കായിരുന്നു. മോൾക്ക് ഓർമ്മയില്ലേ ക്ലാരെ? കുഞ്ഞമ്മയുടെ മോളാണോ? ആ, 7 കൊല്ലം മുമ്പ് അവളിവിടെ ക്രിസ്മസിന് വന്നിരുന്നു. ആ, ഓർമ്മയുണ്ട്. ആളങ്ങ് വലുതായല്ലോ. നീയും ഒത്തിരി പൊക്കം വെച്ചു. നീയോ? ഇതാരാന്നണ്ട് നിന്റെ വിചാരം? ചെമ്മീൻ കമ്പനിയിൽ നിനക്ക് ജോലി കിട്ടുമ്പോ നിന്റെ മുതലാളി ഈ കുട്ടി. മനസ്സിലായ? കാര്യാക്കണ്ട കുഞ്ഞെ. ഇവള് വിവരദോഷിയാ, എന്നാലും നല്ല ബുദ്ധിയാ. എന്റെ മോളായതുകൊണ്ട് ഞാൻ പറയല്ല. എന്ത് ജോലിക്ക് നല്ല ശുഷ്കാന്തിയാ. പിന്നെ ഭയങ്കര അനുസരണശീലിയാ. അഹങ്കാരില്ല, ധിക്കാരില്ല. ഇംഗ്ലീഷ് നല്ല പോലെ എഴുതുകയും വായിക്കുകയും ചെയ്യും. മോള് നല്ലൊരു ജോലി ചേച്ചിക്ക് ശരിയാക്കി കൊടുത്തു. ഞാൻ നോക്കട്ടെ. അയ്യോ, നോക്കിയേ പോരാ, ശരിയാക്കണം. കുറഞ്ഞതൊരു 2000 രൂപ ശമ്പളം കൊടുക്കണം. അയ്യോ അമ്മച്ചി, അതിന് മാത്രമുള്ള. നീയും മിണ്ടാതിരിക്കരി. മീര കുഞ്ഞ് തരാൻ തയ്യാറാണല്ലോ, പിന്നെ നീ എന്തിനു വേണ്ടാന്നേക്കുന്നത്?
അല്ല കുഞ്ഞെ, അതെ. കമ്പനിയിൽ ജോലി കഴിഞ്ഞു വന്ന അടുക്കളയിൽ എനിക്കൊരു സഹായാവും. മഞ്ഞു കുഞ്ഞെ ശ്രദ്ധിക്കാൻ ഒരാളാവും. അതിന് പ്രത്യേക ശമ്പളമൊന്നും വേണമെന്നില്ല. എല്ലാം കുഞ്ഞിന്റെ ഇഷ്ടത്തിന് വിടുന്നു. ആ, എനിക്ക് കോളേജിലേക്ക് വൈകി. എന്റെ ഡ്രസ്സ് എവിടെ തേച്ചു വെച്ചത്? തേച്ചില്ല, ഇപ്പൊ കൊണ്ടുവരാം. മോള് കുളിക്കുമ്പോഴേക്ക് റെഡിയാക്കാം. നിന്നെ കുറിച്ചേ ഇതിൽ കൂടുതൽ നുണ പറയാനൊന്നും എനിക്ക് വയ്യ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക, കുട്ടികളോടൊക്കെ നല്ല സ്നേഹത്തോടും ബഹുമാനത്തോടും നിന്നില്ലേ കണ്ടല്ലോ. കേറി പോടിയകത്ത്. യെസ്. നോ. വാട്ട്? യെസ്. ഹു ആർ യു? വേല ഇറക്കണ്ട. വീട്ടിൽ ചെന്നപ്പോ 5 മിനിറ്റ് മുമ്പ് വണ്ടി വിട്ടു പോയുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ ടൗൺ ബസ്സിന് കാത്തു നിന്ന് കഷ്ടപ്പെട്ട് അടിയും ഇടിയും തൊഴിയും കൊണ്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. എന്റെ ബ്ലഡ് വല്ലാതെ ഹീറ്റ് ആയിരിക്കുക. ആന കൊടുത്താൽ ആശ കൊടുക്കരുത്. തൊണ്ട പൊട്ടുമാറ് പുതിയ എം ഡി നീണാൾ വാഴട്ടെ എന്ന് വിളിച്ചട്ട കസിച്ച ഞങ്ങളെ ഒരുമാതിരി വടിയാക്കരുത്. ഇത് കോളേജാണ്. കോളേജൊക്കെ ഞാനും കുറെ കണ്ടതാ. എന്താ മീര? ആരെയാണ് അത്? ഞാൻ ആരാണെന്നേ പിന്നീട് പത്രത്തിൽ ഒരു പരസ്യം ചെയ്യുന്നുണ്ട്. അപ്പൊ മനസ്സിലാക്കിയ പോരെ. കൂടുതലൊന്നും പറയുന്നില്ല. ഇത് ഞങ്ങൾ 5 പേരെ സ്ഥിരപ്പെടുത്താൻ വേണ്ടി മാനേജർക്കുള്ള കത്ത. ഇതിലൊന്ന് പേരെഴുതി ഒപ്പിട്ടെ. അതിപ്പോ ഞാൻ നാളെ ഫാക്ടറിയിൽ വരുമ്പോ. ഫാക്ടറിയിൽ വരണ്ട, തൽക്കാലം ഇവിടെ ഒപ്പിട്ടാ മതി. എന്താ മീര പ്രശ്നം? ഇയാളെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിക്കാണോ? ബ്ലാക്ക്മെയിൽ ചെയ്താൽ താൻ എന്തു ചെയ്യും? ഒരുമാതിരി ബസ് സ്റ്റോപ്പിൽ പഞ്ചരടിക്ക് നിൽക്കുന്ന പൂവാലന്മാരോട് പെരുമാറുന്ന പോലെ എന്നോട് പെരുമാറിയുണ്ടല്ലോ. അടിച്ചു മുക്കിന് ഷേപ്പ് ചെയ്യാൻ പറ്റും. ഒപ്പിടം ഡി. തന്ന വാക്ക് പാലിക്കാൻ മാത്രമല്ലേ ഞാൻ പറഞ്ഞോളൂ. നേരം പോകുന്നു. ഞാൻ കുര്യനങ്ങളുടെ ഫോൺ ചെയ്ത്. ആ കളി വേണ്ട. ഒപ്പിടാതെ ഞാൻ ഇവിടുന്ന് പോകുന്ന പ്രശ്നമേ ഇല്ല. താങ്ക് യു. ഒന്ന് മറിയ. വെറുതെ തെണ്ടി നടക്കാതെ ക്ലാസ്സിൽ പോരുന്ന 4 അക്ഷരം പഠിക്കാൻ നോക്കു വച്ചേ. എന്തേ തന്നോടും കൂടിയാ. ഗുഡ് ഈവനിങ് അങ്കിൾ. ഗുഡ് ഈവനിങ് അങ്കിൾ. അല്ല, എന്താ മീരയുടെ ഉദ്ദേശം? എന്താ അങ്കിൾ? കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു മനസ്സിലാക്കി തന്നല്ലേ. എന്നിട്ടും എന്താ ഇങ്ങനെ സില്ലിയായിട്ട് പെരുമാറിയത്? ഇന്നത്തെ ചുറ്റുപാടിൽ അയാളെ സ്ഥിരപ്പെടുത്താൻ കഴിയില്ല എന്ന് ഞാൻ പറഞ്ഞതല്ലേ. പിന്നെ എന്തിനാ ഇങ്ങനെ എഴുതി കൊടുത്തയച്ചത്? അത് അങ്കിൾ, അയാൾ കോളേജിൽ വന്ന് ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി. ബഹളം ഉണ്ടാക്കിയ പ്രിൻസിപ്പലിനോട് കംപ്ലൈന്റ് ചെയ്യണം. രേഖാമൂലം എഴുതി കൊടുത്തയച്ചാണ് സ്ഥിരപ്പെടുത്താമെന്ന്. അതുകൊണ്ട് അയാൾ കോടതി വരെ പോവാം, അറിയാമോ? ഇനി എന്താ ചെയ്യാ അങ്കിൾ? ഞാൻ ഒരു കണക്കിന് ആ കടലാസ് വാങ്ങിച്ച് കീറി കളഞ്ഞു. അപ്പൊ അയാൾ ഇനിയും കോളേജിലേക്ക് വരുമോ? ഞാൻ പറഞ്ഞു വരട്ടിയിട്ടുണ്ട്. ഇനി അഥവാ വന്നാൽ തന്നെ കുട്ടിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞു ഒഴിഞ്ഞാൽ മതി. ഞാൻ ഇറങ്ങുക. പ്രസിഡൻസിയിൽ ഒരു ഡിന്നറുണ്ട്. ഇനി ഇത്തരം മണ്ടത്തരങ്ങളൊന്നും കാണിക്കണമെന്ന് പറയാനാണ് ഞാൻ വന്നത്. എവിടെ മറ്റൊരു 2 പേരും? മഞ്ജുമോൾ ഉറങ്ങി, മായ പഠിക്കുക. തനിക്കൊന്നും പഠിക്കാല്ലേ? ഞാൻ പഠിച്ചു അങ്കിൾ. ശരി അങ്കിൾ വാ. അങ്കിൾ, ഇത് കുഞ്ഞമ്മയുടെ മോളാണ്. നമ്മുടെ കമ്പനിയിൽ എന്തെങ്കിലും ഒരു ജോലി. അവള് നന്നായിട്ട് ടൈപ്പ് ചെയ്യും. എന്റെ മോളായതുകൊണ്ട് പറയല്ല. അവള് കാലെടുത്ത് വെക്കുന്നോട്ട് നല്ല ഐശ്വര്യ. എന്താ കുട്ടി വിചാരിക്കുന്നേ? ഫാക്ടറിക്കാരും പിള്ളേരുകളെയാണെന്ന്? അല്ല, കുഞ്ഞമ്മ പറഞ്ഞപ്പോ. ഏത് കുഞ്ഞമ്മ പറഞ്ഞാലും ശരി, ഇനി കുറെ നാളത്തേക്ക് ഒറ്റ ആളിനെ അവിടെ വേണ്ട. ഉള്ളവരെ തന്നെ എങ്ങനെ ഒഴിവാക്കാമെന്ന് വിചാരിച്ചോണ്ടിരിക്കുമ്പോഴാ. കുഞ്ഞമ്മേ. കേട്ടു. ഇത്ര മനുഷ്യപ്പറ്റില്ലാത്ത ആളുകളെ എന്തിനാ മാനേജർമാരായിട്ട് വെക്കുന്നത്? കുട്ടിക്ക് ഇവിടെ ഒരു അധികാരമില്ലേ? കുഞ്ഞമ്മേ, ഒരു 8 കൊല്ലം കഴിഞ്ഞോട്ടെ, പിന്നെ എല്ലാം ഞാൻ നോക്കിക്കോളാം. അതുവരെ ഞാൻ വിളി കൊണ്ട് എവിടെ പോവും? നാട്ടിലേക്ക് തിരിച്ചയച്ചൂടെ? മോൾ ഇങ്ങോട്ട് വന്നൊരു കാര്യം പറയട്ടെ. ഇനി മോളോട് ഞാനൊരു സത്യം പറയട്ടെ. എന്താ കുഞ്ഞമ്മേ? ഇവിടെ നാട്ടിലേക്ക് അയച്ചാ ഭയങ്കര കുഴപ്പ. മോൾ ഇതാരോടും പറയരുത്. ഇല്ല. ഇവളവിടെ പല കുലുമാലുണ്ടായിക്കൊണ്ടാ പെട്ടെന്ന് ഞാൻ ഇങ്ങോട്ട് വരുത്തിയത്. ഒരു മുസ്ലിം ചെക്കനായിട്ടേ ഇവിടെ സ്നേഹമാണെന്നോ കല്യാണം കഴിക്കാൻ പോകണമെന്നോ മോളോട് ഞാനിതൊക്കെ എങ്ങനെയാ പറയാ? നാട്ടിലാകെ പ്രശ്നങ്ങളാ. എന്തായാലും ഇപ്പൊ അവളവിടെ നിന്ന് ഇറക്കി വിടരുത്. എന്റെ പൊന്നും കൂടെ അല്ലേ. കുഞ്ഞമ്മ സമാധാനിക്ക്, നമുക്ക് വഴിയുണ്ടാക്കാം.